എന്നോട് കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഏത് യൂണിവേഴ്സിറ്റിയിലാണ് UK പഠിച്ചത്, ചേച്ചി ഇപ്പോൾ എവിടെയാണ് കറൻ്റ്ലി താമസിക്കുന്നത്, നാട്ടിൽ എവിടെയാണ് സ്ഥലം, UK എന്താ ചെയ്യുന്നത്, ഇതുവരെ ജോലിയൊന്നും ആയില്ലേ, ഓൾറെഡി സ്പോൺസർഷിപ്പ് കിട്ടിയോ. അങ്ങനെ കുറേ കുറേ ക്വസ്റ്റ്യൻസ് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനൊരു ആൻസർ എന്നുള്ള രീതിയിലാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ആൻസർ ഈച്ച് ആൻഡ് എവറി കമൻറ്റ് ഓർ മെസ്സേജ് ഇൻ ദ ഇൻസ്റ്റഗ്രാം. ഹലോ എവറി വൺ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ കുറച്ച് കോമൺ ആയിട്ട് എന്നോട് സാധാരണ ചോദിക്കാറുള്ള കുറച്ച് കമൻസിൻ്റെയും ഇൻസ്റ്റഗ്രാം ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസറാണ്. കൂടുതൽ എനിക്ക് തോന്നുന്നു UK വരാനൊക്കെ ഇരിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെയാണ് കൂടുതൽ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് തോന്നുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിച്ചത് നാട്ടിൽ എവിടെയാണ്. നാട്ടിൽ കൊല്ലത്താണ്. ജനിച്ചതും ഒരു 8 വയസ്സ് വരെ വളർന്നതും കൊല്ലത്താണെങ്കിലും സ്കൂളിംഗ് ചെയ്തത് കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കൊല്ലം ജില്ലകളിലായിട്ടാണ്. അതിനുശേഷം പിന്നീട് സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് കൊല്ലത്തെത്തി. 2013-17 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ബാച്ചാണ്. അതിനുശേഷം ബാംഗ്ലൂർ പ്ലേസ്ഡ് ആയി. അവിടെ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയിലായിരുന്നു ഫസ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കമ്പനിയിലായിരുന്നു കുറച്ച് നാൾ. ശേഷം ഒരു ഓഗ്മെന്റഡ് റിയാലിറ്റി ഗെയിമിംഗ് കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, വിച്ച് ഈസ് ബേസ്ഡ് ഇൻ സാൻ ഫ്രാൻസിസ്കോ, ബട്ട് ദേ ഹാവ് ബീൻ ഔട്ട്സോഴ്സ്ഡ് to another company which is based in Bangalore. So I was working there. അതിനുശേഷം 2021 മാരേജ്. 2022 മെയ് 22 ഞാൻ UK വരുന്നത് ഇൻ സ്റ്റുഡൻറ് വിസ. 2022 മെയ് 22 ഞാൻ UK വരുന്ന സമയത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് ഡിപ്പെൻഡൻസ് അലൗഡ് ആയിരുന്നു. 2 ഇയർ MSc പ്രൊജക്ട് മാനേജ്മെന്റ് വിത്ത് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാനാണ് വന്നത്. ഇൻ ബെഡ്ഫോർഡ്ഷയർ യൂണിവേഴ്സിറ്റി, ലൂട്ടൺ ക്യാമ്പസ്. ഞാൻ വന്നൊരു 1.5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഹസ്ബൻഡും UK ഞങ്ങളൊരു 1.5 വർഷത്തോളം ലൂട്ടണിൽ തന്നെയാണ് താമസിച്ചത്. ബിക്കോസ് എനിക്ക് ക്ലാസ്സിൽ പോകാനായിട്ട് ഒരു 15 മിനിറ്റ് നടക്കാനുള്ള ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റത്തെ ഒരു 4-5 മന്ത്സ് ഡെസർട്ടേഷൻ അല്ലെങ്കിൽ തീസിസിൻ്റെ ടൈമിലാണ് സ്റ്റഫോർഡ്ഷയർ കൗണ്ടിയിലുള്ള സ്റ്റോക്ക്-ഓൺ-ട്രെന്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് താമസം മാറുന്നത്. ഇവിടെ ഓൾറെഡി എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഈ സ്ഥലം പരിചയം ഉണ്ടായിരുന്നു. വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റോക്ക്-ഓൺ-ട്രെന്റിൽ റെന്റ് കുറച്ച് കുറവാണ്. ആൻഡ് ഡെസർട്ടേഷൻ്റെ ടൈമിൽ എനിക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് ക്ലാസ്സിൽ പോകേണ്ട ആവശ്യം വരുന്നുള്ളൂ. നമുക്ക് ഒരു 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്സ് കൂടുമ്പോൾ നമ്മുടെ തീസിസ് ഗൈഡ് അല്ലെങ്കിൽ ഡെസർട്ടേഷൻ ഗൈഡുമായിട്ട് നമുക്ക് ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അതുവരെയുള്ള റിസർച്ചിൻ്റെ പ്രോഗ്രസ് എന്താണെന്നുള്ളത് നമ്മൾ ആ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യണം. ഇനി കമ്മിങ് ടു ദി ജോബ് പാർട്ട്. ആദ്യമൊക്കെ നടന്നു പോയി കണ്ട കടയിലൊക്കെ കയറി ചോദിക്കുമായിരുന്നു ജോലിയുണ്ടോ എന്ന്. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് നോക്കി. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന റെസ്യൂമെ ഒന്ന് പൊളിച്ചടുക്കി ഗൂഗിളിലൊക്കെ നോക്കി ഒരു UK റെസ്യൂമെ പാറ്റേൺ ഒക്കെ ചെയ്ത് ഒരു വേറെ ലുക്കിലൊക്കെ ആക്കിയൊക്കെ ശ്രമിച്ചു. പക്ഷെ വർക്കൗട്ട് ആയില്ല. പിന്നെ ഞങ്ങൾ അടുത്തുള്ള കെയർ ഹോംസിലൊക്കെ നടന്നു പോയി ചോദിച്ചു, ഞങ്ങളിവിടെ എടുക്കൂ, ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നിട്ട് 1 മാസം ആയിട്ടില്ല, അപ്പോൾ ഞങ്ങൾ ഫ്രഷേഴ്സാണ്, ഞങ്ങൾക്ക് കെയർ ഹോം ജോലിയൊന്നും അറിയില്ല, ബട്ട് വി ആർ വില്ലിങ് ടു ഡു എനി വർക്ക്. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള കടകളിലും കെയർ ഹോമുകളിലും ഒക്കെ ഞങ്ങൾ നടന്നു പോയി അന്വേഷിച്ചു ഇവിടെ ആൾക്കാരെ എടുക്കുന്നുണ്ടോ എന്നുള്ളത്. പ്രത്യേകിച്ച് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ കുറേ പേര് വെയർ ഹൗസുകളിൽ ജോലിക്ക് പോകേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ വെയർ ഹൗസിലൊക്കെ എന്താണ് ജോലി എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കാരണം അങ്ങനെ കുറേ അന്വേഷിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ UK വന്നിട്ട് 15ാമത്തെ ദിവസം എനിക്ക് കിട്ടിയ ഒരു കോൺടാക്ട് അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ജോലിയുടെ കോൺടാക്ട്. കൂടെ +1+2 പഠിച്ച ഒരു ഫ്രണ്ട് ഇവിടെ UK ഉണ്ടായിരുന്നു. അപ്പം ഞാനും അവളും കൂടെ ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് അവളുടെ ഹസ്ബൻഡിൻ്റെ കുറച്ച് പരിചയക്കാർ, അവർ നേരത്തെ പുള്ളി വർക്ക് ചെയ്തിരുന്ന വെയർ ഹൗസിൽ ആ പിള്ളേർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു വെയർ ഹൗസിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ കോൺടാക്റ്റ് പുള്ളി വാങ്ങിച്ചു. അങ്ങനെ പുള്ളി എനിക്കത് ഷെയർ ചെയ്ത് തന്നു. ഞാൻ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തു. അപ്പോൾ തന്നെ അവർ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫോട്ടോയും BRPയുടെ ഫോട്ടോയൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ജോലി സെറ്റായി. അതൊരു വെയർ ഹൗസ് ആയിരുന്നു. ലൈക്ക് എനി അതർ വെയർ ഹൗസ് ഇൻ UK. ഇറ്റ് വാസ് ലൈക്ക് എ പിക്കിംഗ് ആൻഡ് പാക്കിംഗ് ജോബ്. അവിടെ ഒരു 2.5 മാസത്തോളം കണ്ടേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അവിടുത്തെ ഓഫ് സീസൺ ആയപ്പോൾ അവർ കുറേ എംപ്ലോയീസിനെ താൽക്കാലികമായിട്ട് അവർ ടെമ്പററി ആയിട്ട് എടുത്ത കുറേ എംപ്ലോയീസിനെ പിരിച്ചു വിട്ടു. ഒരു 1.5 മാസത്തോളം ഞങ്ങൾ പിന്നെയും ജോലി അന്വേഷണമായിരുന്നു. അതിനിടയ്ക്ക് നമുക്ക് പിടിച്ചു നിൽക്കാൻ നമുക്കൊരു ബാക്കപ്പ് വേണമല്ലോ. അപ്പം നമുക്ക് റെന്റ് കൊടുക്കണം, ചിലവ് കഴിയണം, അങ്ങനെ കുറേ കാര്യങ്ങളുള്ളത് കൊണ്ട് രണ്ടുപേരും സൈഡിൽ കൂടെ വേറെ ജോലി നോക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും ഞാനൊരു ഓൺലൈൻ കെയർ സർട്ടിഫിക്കറ്റ് 2 ഡേ പ്രോഗ്രാം എൻറോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ കോൺടാക്റ്റ് വഴി. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഞാനൊരു കെയർ റിക്രൂട്ടിംഗ് ഏജൻസിയിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെനിക്ക് ആദ്യമേ ഒരു 1-2 ആഴ്ചയൊന്നും അവർ റെസ്പോണ്ട് ചെയ്തില്ല. അതിനുശേഷം അവർക്ക് അവിടെ ആളെ ആവശ്യം വന്ന സമയത്ത് അവരെന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തു. ഷിഫ്റ്റ് അവൈലബിൾ ആണ്, എടുക്കാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെയായിരുന്നു എൻ്റെ ഫസ്റ്റ് കെയർ ഹോം ഷിഫ്റ്റ്. ഒരു ഏജൻസി വഴിയായിരുന്നു.
അതിനുശേഷം ഒരു 10 ഷിഫ്റ്റോളം 10-12 ഷിഫ്റ്റോളം ഞാൻ ഏജൻസി വഴി കെയർ ഹോമിൽ പോയിട്ട് കെയർ ഹോം എനിക്ക് ഓക്കെയാണ്. എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചതുപോലെ വലിയ സംഭവമൊന്നും ഇല്ല. എന്നെക്കൊണ്ട് ചെയ്യാനൊക്കെ പറ്റും. ഞാനതിന് ഓക്കെയാണ്. എന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നതിന് ശേഷം ഞാനൊരു കെയർ ഹോമിൽ നേരിട്ട് പോയി പെർമനൻ്റ് ആയിട്ടൊരു പാർട്ട് ടൈം പോസ്റ്റിന് ഞാൻ അപ്ലൈ ചെയ്തു. അവരവിടുന്ന് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു. ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞ് അവിടെ ജോലിക്ക് പോയി തുടങ്ങി. 1 ഇയർ ഞാൻ ആ കെയർ ഹോമിൽ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തു സ്റ്റുഡൻ്റ് ആയിരുന്ന പീരീഡിൽ. ഞാൻ ലൂട്ടണിൽ നിന്ന് താമസം മാറി സ്റ്റോക്ക് ഓൺ റെൻ്റിലേക്ക് വരുന്നത് വരെയും ഞാൻ ആ കെയർ ഹോമിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പാർട്ട് ടൈം. സ്റ്റോക്ക് ഓൺ റെൻ്റിൽ വന്നതിന് ശേഷം ഞാനിവിടെ വേറൊരു കെയർ ഹോമിലാണ് ജോലിക്ക് കയറിയത്. സെയിം സ്റ്റുഡൻ്റ് ആയിരുന്ന ടൈമിൽ പാർട്ട് ടൈം ആയിട്ട് തന്നെയാണ് കയറിയത്. ക്ലാസ്സൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞ് ഫുൾ ടൈം ആയ സമയത്ത് ഞാൻ അവിടെ തന്നെ ഫുൾ ടൈം വർക്ക് ചെയ്യുമായിരുന്നു. എക്സാക്റ്റ് 1 ഇയർ ഞാൻ ആ കെയർ ഹോമിൽ വർക്ക് ചെയ്തു. അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് നാട്ടിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പം ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ടാണ് നാട്ടിൽ പോയത്. നാട്ടിൽ പോയി ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ പുതിയ ജോലിയിലാണ് കയറിയത്. പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ബാൻഡ് 2 നഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് NHSൽ അപ്ലൈ ചെയ്തു. എൻ്റെ വീട്ടിൽ നിന്നൊരു 20 മിനിറ്റ് കാറിൽ ഡ്രൈവ് മാക്സിമം. ഇവിടെ അടുത്തുള്ളൊരു യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലാണ് കിട്ടിയത്. അപ്പം ഞാൻ നാട്ടിൽ പോയി എൻ്റെ സർജറി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ബാൻഡ് 2 നഴ്സിംഗ് അസിസ്റ്റൻ്റ് പോസ്റ്റിന് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ ട്രസ്റ്റ്, ഓരോ ട്രസ്റ്റിനും ഓരോ പോളിസിയാണ് ഇവിടെ. NHSൻ്റെ കീഴിലാണെങ്കിൽ പോലും ഓരോ ഹോസ്പിറ്റൽസും ഓരോ ട്രസ്റ്റിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ആ ട്രസ്റ്റിൻ്റെ പോളിസി അനുസരിച്ച് ബാൻഡ് 2 നഴ്സിംഗ് അസിസ്റ്റൻ്റ് പൊസിഷൻസ് കറൻ്റ്ലി സ്പോൺസർഷിപ്പ് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ ഞാനിപ്പോൾ എന്ത് വിസയിലാണ് UK നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ 2 ഇയേഴ്സ് സ്റ്റുഡൻറ്റ് വിസ എക്സ്പയർ ആയത് 2024 സെപ്റ്റംബറിലാണ്. ഞാൻ PSW അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2024 സെപ്റ്റംബർ തൊട്ട് 2026 സെപ്റ്റംബർ വരെ എനിക്ക് PSW വിസയാണ്. അപ്പോൾ 2026 സെപ്റ്റംബറിൽ എൻ്റെ PSW വിസ എക്സ്പയർ ആവുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു വിസയിലേക്ക് സ്വിച്ച് ചെയ്താലാണ് UK കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. കമൻറ്റ് സെക്ഷനിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ ചോദിച്ചോളൂ. ഇത് ഭയങ്കര ഇൻഫോർമേറ്റീവ് വീഡിയോ ഒന്നുമല്ല. ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് മീ. അതുകൊണ്ട് തന്നെ നിങ്ങളത് ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഒരു ദിവസം കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ. ബൈ.